എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ ഓഫീസിൽ പോകുമ്പോഴത്തേനും കൊണ്ടുപോകും, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഡെയിലി ഷോർട്സ് വീഡിയോ ഇടുമ്പോഴത്തേനും മോർണിംഗ് റുട്ടീനാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ ഒന്ന് തുടച്ചിട്ട് അപ്പോൾ ഒന്ന് മോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ എന്തെങ്കിലും എനിക്ക് മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈൻഡ് ഓക്കെ അല്ല എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ രാവിലെ ഞാൻ വിളക്കൊന്ന് കൊളുത്തും. അപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ, നമുക്ക് ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന ചില ദിവസങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണല്ലേ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമുക്ക് കിട്ടിയ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ മാക്സിമം നന്നായിട്ട് ലൈഫ് നന്നായിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കും പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് നമ്മുടെ ലൈഫ് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് അവർക്ക് അതെല്ലാം ഉണ്ട്, നമുക്ക് മാത്രം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് കൂട്ടും. അപ്പോൾ ഇനിയിപ്പോൾ എത്രയൊക്കെ സ്ട്രോങ് എന്ന് പറഞ്ഞാലും ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരാതിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേഷൻ ചെയ്യുക. എസ്പെഷ്യലി നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ദൈവം തന്നിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തുക. നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാളിൻ്റെ അവസ്ഥയെക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം ഉള്ളതായിട്ട് തോന്നും, പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ അവർ പുറത്ത് പറയുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ള ഒരാളിനെ വെച്ചിട്ട് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യാതിരിക്കുക. ഞാനും പലപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ, നമ്മുടെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന്. പക്ഷേ ആ സമയത്തും നമ്മളെക്കാൾ ഒന്നും ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് നമുക്ക് കിട്ടിയതെല്ലാം അനുഗ്രഹങ്ങളാണെന്ന് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുമല്ലേ. പിന്നെ മെയിനായിട്ട് നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ലൈഫിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന മണ്ടത്തരമാണ്. ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നമ്മൾ ഡെസ്പായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള കഴിവുകളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പല ആളുകളും വന്ന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയുകയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുമ്പോഴത്തേനും നമ്മളും കൂടി അവരോടൊപ്പം ചേർന്ന് അതിലേക്ക് ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി എല്ലാം നമ്മുടെ ലൈഫിൽ പ്രതിഫലിക്കും. അപ്പോൾ നെഗറ്റീവ് പറയാൻ വരുന്ന ആളുകളോട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറ്റങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അസൂയപ്പെടുന്ന സ്വഭാവം ഉള്ള ആളുകളുമായിട്ട് കൂടുതലായിട്ട് അങ്ങോട്ട് അടുക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളായിട്ട് നമ്മൾ ചേരുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളറിയാതെ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം വന്ന് കയറും. അപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവായിട്ടിരിക്കുക. എപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരത്തില്ല, എന്നാലും നമ്മുടെ മനസ്സിനെ അതൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്, വീട്ടമ്മമാർക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ജോലിക്ക് പോകാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ശരിക്കും എന്തിനാണ് ഒരു ജോലി ശരിക്കും നമുക്ക് ഒരു വരുമാന മാർഗ്ഗമാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് കഴിവുള്ളവർ തന്നെയാണ്. അപ്പോൾ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകളെ തീർത്തും അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ നമ്മുടെ സമൂഹത്തിനുണ്ട്. അത് ഏറ്റവും കൂടുതലായിട്ടും സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ പലരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ജോലിക്ക് പോയി സമ്പാദിച്ചു കൊണ്ടുവരാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങളും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കുറ്റപ്പെടുത്താനായിട്ട്. അതുപോലെ കുറ്റപ്പെടുത്തുന്നവരുടെ മുന്നിൽ നമ്മളും താഴ്ന്നു കൊടുക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നേരം വരുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്,
നമുക്ക് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ കുഞ്ഞു മക്കളുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജോലിക്കൊന്നും പോകാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ഇൻകം ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ പഴയതുപോലൊന്നും അല്ല, ലോകം ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, യൂട്യൂബ് ചാനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ തുടക്കത്തിൽ ഏതൊരു ബിസിനസ്സും അല്ലെങ്കിൽ എന്തൊരു കാര്യവും നമുക്ക് നല്ല സക്സസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ പിന്നീട് നമുക്കതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, തനിക്ക് ജോലിയില്ല, മറ്റൊരാളിന് അല്ലെങ്കിൽ കൂടെ പഠിച്ച ഒരാളിന് അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്കെല്ലാം നല്ല ജോലിയുണ്ട്, നന്നായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നവരാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കുന്നതിനിടയിൽ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നമുക്ക് എന്തൊക്കെ നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ ലൈഫ് എത്രത്തോളം മനോഹരമാവും അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കുറേ അധികം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടോയ്ലറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ വീട്ടിൽ സ്പൈസ് ബോക്സസും കാര്യങ്ങളും എല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ നിങ്ങളോട് ഞാനൊന്ന് സംസാരിച്ചതാണ്. പിന്നെ ഗരം മസാല ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഷർമെൻറ്റും വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ ഏതോ ഒരു വ്ളോഗിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സിയിൽ വറുത്ത് പൊടിച്ച് ഒരു എയർ ടൈറ്റ് ടിന്നിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലാസ് കുപ്പിയിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ അതിൻ്റെ മണം പോവാതെ നിൽക്കും. പിന്നെ ഗരം മസാല അരച്ചെടുത്താൽ ഉടനെ തന്നെ അങ്ങോട്ട് നമ്മൾ അടച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈർപ്പം തങ്ങി നിന്നിട്ട് പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറ് ഒരല്പം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള ഒരു ചൂടൊക്കെ ഒന്ന് പോയി കിട്ടും. ചൂട് പോയാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എയർ ടൈറ്റ് ബോക്സിനകത്തേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനിടയിൽ നമ്മുടെ ഓയിൽ ബോട്ടിലൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എല്ലാം സോപ്പും എല്ലാം ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് നെക്സ്റ്റ് ഡേ ആണ് ഞാനത് കഴുകുള്ളൂ. പിന്നെ ഞാനങ്ങനെ അധികം നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതൊന്നും ഇതുവരെ ഒരു വ്ളോഗിലും ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹാർപ്പിക്ക് ഒഴിച്ചിട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. എല്ലാ ദിവസവും കുളിക്കുന്ന സമയത്ത് ബാത്റൂമും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിടും. വേറെ പ്രോഡക്റ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ടും കാണിക്കാത്തത്. മുന്നത്തെ ഏതോ ഒരു വ്ളോഗിൽ എന്നോട് ആരോ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാത്റൂം ക്ലീൻ ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റിലെ വെള്ളം എന്ന് പറയുന്നത് ഹാർഡ് വാട്ടറും അതുപോലെ തന്നെ ഉപ്പ് വെള്ളവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും ഈ ഒരു കളറിലേ ഇരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതിന് നമ്മുടെ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന മറ്റേ ഒരു ആസിഡ് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് യൂസ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ശ്വാസം മുട്ടൽ പോലത്തുള്ള സംഭവമൊക്കെ വരും. അത് ആസിഡ് പോലെ ഇരിക്കും. അതിങ്ങനെ ജസ്റ്റ് ടോയ്ലറ്റിൽ ഒഴിച്ചിട്ടിട്ട് അടച്ചിടാനായിട്ട് പാടില്ല. ഒന്ന് എയർ സർക്കുലേഷനുള്ള ബാത്റൂമായിരിക്കണം. അപ്പോൾ നമുക്കിവിടെ അധികം അങ്ങനെ എയർ കിടക്കത്തില്ല, മൊത്തം ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. ചെറിയൊരു ജനലുണ്ട്, പക്ഷേ എന്നാലും എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ മാത്രമാണ് അത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് നല്ല പ്രോഡക്റ്റാണ്. പക്ഷേ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാനധികം യൂസ് ചെയ്യാറില്ല. ഹാർപ്പിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കഴുകുന്നത്. അപ്പോൾ ഹാർഡ് വാട്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ബാത്റൂം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.